ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ എന്നിട്ട് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ചായക്കടി മസാല ദോശ ചെയ്യുന്നിട്ടോ. അപ്പോൾ നല്ല മാവൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പച്ചരിയും ഒരു 2-3 ഗ്ലാസ് പച്ചരി ഉണ്ടാവും, ഒരു 3/4 ഗ്ലാസോളം ഉഴുന്നും ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അരക്കണ സമയത്ത് കുറച്ച് ചോറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. മാവൊക്കെ നല്ലതായിട്ട് പൊങ്ങിയിട്ട് അര ഭാഗം ഉണ്ടായിരുന്നുള്ളൂ, നിറച്ച് ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ മാവ്. അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചൂടോടുക്കനെ അങ്ങോട്ട് ചുട്ടിട്ട് ഇതിൽ മസാലയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കിഴങ്ങിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ കിഴങ്ങും ഇതൊക്കെ വേവിച്ചിങ്ങാണ്ട് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചൂടോടുക്കനെ അങ്ങോട്ട് ചുട്ടിട്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ കാക്കൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇതുപോലെ മാവുണ്ടാകുമ്പോൾ ചില ദിവസങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ കിഴങ്ങിൻ്റെ സ്റ്റൂ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് വല്യുള്ളിയും തക്കാളി ഇടുക, പിന്നെ കിഴങ്ങിട്ട് വേവിച്ചെടുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് പിന്നെ വറവിട്ടുകൊണ്ട് അങ്ങനെയും ചെയ്യട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എണ്ണ ഓയിലോ പിന്നെ നെയ്യോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തടവി കൊടുക്കുക. അപ്പോൾ ഞാൻ എണ്ണ ഒന്നും ചേർക്കാതെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ചൂടോടുക്കനെ അങ്ങനെ ചുട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമൊക്കെ ചുട്ടിട്ട് തീയൊക്കെ ഓഫാക്കി പോയതായിരുന്നു കാക്കൊക്കെ ചുട്ടിട്ട്. അപ്പോൾ ഞാൻ ചട്ടിനിയും ആദ്യമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള മസാലയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കിഴങ്ങിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ചൂടാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു തക്കാളി ഒന്നും കണ്ട് വാട്ടിക്കാണ്ട് ഒന്നും കണ്ട് അരച്ചിട്ട് ചെറിയൊരു ചട്ടിനിയാക്കി എടുത്താണ്. ചട്ടിനിയല്ല, ഒരു എന്താ പറയുക, ചമ്മന്തി ആക്കിയെടുത്താണ് കേട്ടോ. ലൂസാക്കിയിട്ട് അപ്പോൾ ഇതിങ്ങനെ കുത്തി കഴിക്കാനൊരു രസമാണല്ലോ. അപ്പോൾ അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ തന്നിട്ടില്ല. അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അങ്ങനെ അപ്പം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അപ്പം പിന്നെ ലാസ്റ്റ് ചുട്ടാലും കുഴപ്പമില്ല. പിന്നെ ആദ്യം തന്നെ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തണുത്ത് കണ്ട് പോകും. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ചൂടോടുക്കനെ 2 ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ്. നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മസാല ദോശ കഴിക്കൂലേ, അതിൻ്റെയൊക്കെ അതേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ അവരിങ്ങനെ കല്ലുമ്മ അങ്ങനെ അതുപോലെ അങ്ങനെ ക്രിസ്പി ആക്കിയിട്ട് കണ്ട് പരത്തിയെടുക്കല്ലേ, അതുപോലെ തന്നെ എല്ലാം കണ്ട് നൈസാക്കിയിട്ട് പരത്തിയെടുത്താൽ ഇപ്പോൾ കഴിക്കാനൊക്കെ പൂതിൻ്റെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. വല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, ഉഷാറാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കുകയാണ് നല്ലത്. ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് പോകും. അപ്പം എൻ്റെ മൂത്തവനക്കും ഇതുപോലെ ചാടിക്കണ നേരത്തുണ്ട് ഞാൻ അവന് കഴിക്കാൻ നേരത്താണ് ഉണ്ടാക്കി കൊടുത്തത്. പണ്ടിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും 2 ഈച്ചൊക്കെ കഴിച്ചിട്ടോ. ഞാൻ 3 കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടോ. നല്ല രുചി തോന്നി കഴിക്കാൻ. അപ്പോൾ ഒരു തേങ്ങൻ്റെ ചട്ടിനിയും ഒരു തക്കാളി ചട്ടിനിയും കൂടി ആയപ്പോൾ പറയാനുമില്ല, അടിപൊളിയായിരുന്നു. അധികം സാമ്പാറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സാമ്പാറാണെങ്കിലും കഴിക്കാൻ രസമാണ്. പക്ഷെ ഇങ്ങനത്തെ ഈ ഉഴുന്നിൻ്റെ ദോശ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിത് അരച്ചെക്കാനൊക്കെ മടിയാണ് ഈ കാരം. പിന്നെ വെള്ളത്തിലിടാനും മറക്കും. അത് വിചാരിച്ചിട്ട് ഉള്ള ദിവസം പിന്നെ ഒരു 2 ദിവസത്തിനൊക്കെ ഉണ്ട് അരച്ചാൽ, ഒരു ദിവസം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ബാക്കി മാവാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ, പിറ്റേ ദിവസം ഉണ്ടാക്കാമല്ലോ. വേണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഒരു 2-3 ഇതുപോലെ ഒന്ന് ചുട്ട് വെച്ചിട്ടോ, മസാല വെക്കാതെ. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇതാ ഒന്ന് ചോറിന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യമൊക്കെ തീമിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ മീനും കറിയും ഒന്നും വേണ്ടല്ലോ പൊതിച്ചോറിന്, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയാണ്ട് ഒരു പൊതിച്ചോറാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഉച്ചക്കൽക്ക് നേരത്തെ ചോറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയാലല്ലേ പിന്നെ പൊതിഞ്ഞ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നോക്കണം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പച്ചപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ മുരിങ്ങാക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ടും കൂടി ഉണ്ടല്ലോ അവിയലുണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ തൈര് ഉണ്ടായിരുന്നില്ല. പിന്നെ തൈര് ചോറ് നേരത്തെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അവിയലാക്കില്ല, എന്താ പറയുക, തോരൻ ഉണ്ടാക്കില്ല, അതുപോലെ ഉണ്ടാക്കിട്ടോ. നല്ല രുചിയാണ് അങ്ങനെ. അപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ക്യാരറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പഴം മുരിങ്ങാക്കായും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കണ്ടില്ല, ഇതിൻ്റെ മുകളത്തെ തൊലി ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ പോരുമല്ലോ, അതൊക്കെ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ മുരിങ്ങാക്കായും കണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞങ്ങാണ്ട് ഇങ്ങോട്ട് നീളത്തിൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, മുറിച്ചെടുത്തിട്ട്. അപ്പോൾ അത്യാവശ്യം വണ്ണുള്ള മുരിങ്ങാക്കായാണ്. ഇതിനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി കഴുകിയെടുത്തതിന് ശേഷം അത് നമ്മൾ ഇതിങ്ങനെയായിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ താളിപ്പ് ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തുകൊണ്ട് പിന്നെ അതിക്കിട്ട് കൊടുക്കണം കേട്ടോ ഈ കഷ്ണങ്ങൾ. പിന്നെ ഇതിൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ മുരിങ്ങാക്കായും ഇതൊന്നും കൊണ്ട് വേവേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്നും കണ്ട് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചതിന് ശേഷം ഇതിന് തേങ്ങ ഒക്കെ റെഡിയാക്കിയതിന് ശേഷം താളിപ്പ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്കുള്ള തേങ്ങയും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആദ്യം വറ്റൽമുളക് ഇട്ടതല്ലേ, അപ്പോൾ ഒരു കാന്താരി മുളക് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു എരിവുള്ളൊരു പഴുത്തിലുള്ള ഒരു മുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ചെറിയൊരു എരിവ് വേണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടോ. അപ്പോൾ ആ തേങ്ങ ഞാനൊന്നും ഇങ്ങോട്ട് പൂണ്ടെടുത്തതാണ്, കത്തി വെച്ചിട്ട്
ചിരകാനുള്ള മടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇറക്കുന്ന സമയത്തേക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താണ് ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മുരിങ്ങക്കായും ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ് നല്ല അങ്ങനെ മൂപ്പ് കയറിയിട്ടൊന്നുമില്ല, അത്യാവശ്യം മൂത്തും ചെയ്തിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ. നല്ല വണ്ണുള്ള റേറ്റ് മുരിങ്ങക്കായാണ്. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പത്ത് തക്കാളി കൂട്ടാനും റെഡിയാക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിക്കാരന് ഉണ്ടായി കറിവേപ്പിലൊക്കെ ഇട്ടെടുത്ത് കാണിട്ട് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് കടുക് ഇടുന്നത് തീരെ ഇഷ്ടമല്ല തക്കാളി കൂട്ടാനിൽ. അപ്പോൾ എൻ്റെ പോലുള്ളവർ ആരെങ്കിലും ഉണ്ടാകുന്ന അറിയില്ല. പിന്നെ എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി ഉണ്ടല്ലോ ഒന്നിങ്ങനെ ചതച്ചിക്കാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചട്ടീൻ്റെ കളറൊന്നും നോക്കണ്ട കേട്ടോ, നമ്മളെല്ലാം മയങ്ങിയ ചട്ടിയാണ്. അപ്പോൾ അത് ഏലക്ക അവിടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോന്. ഏലക്ക എടുത്തിട്ട് കഴുകി മോനായിട്ട് ഒന്നിങ്ങോട്ട് വാട്ടിയെടുത്ത്. അപ്പോൾ നമ്മളെ ചോറന്ന് അടുപ്പത്ത് വെച്ചിക്കൊണ്ട് ഏലക്ക ഒന്നുകൊണ്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കോഴിമുട്ടയും കൂടി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പൊതിച്ചോർക്ക് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങക്കായ ഇതും കൂടി ഉള്ളത് വരേണ്ടല്ലോ, അതും ഈ കോഴിമുട്ട പൊരിച്ചതും പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി പിന്നെ അച്ചാറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താണെങ്കിലും പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ കഴിക്കുമ്പോൾ നല്ല രുചിയില്ല. അത്യാവശ്യം ചോറ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊതിയാക്കുമ്പോൾ തന്നെ നല്ല ചോറ് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കോഴിമുട്ടൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഈ കോഴിമുട്ടയിലുണ്ടല്ലോ ഈ വല്യുള്ളിയും പച്ചമുളകൊക്കെ ഇടൂലേ, അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ആർക്കും, കാക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ മക്കൾക്കും എനിക്കും അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഈ വെളിച്ചെണ്ണ ലേസം വെച്ചിങ്ങാണ്ട് ഇങ്ങനെ കോഴിമുട്ട ഉപ്പിട്ട് ഇങ്ങോട്ട് പൊരിച്ചെടുക്കൂലേ, അങ്ങനെ ഉണ്ട് ഇഷ്ടം. അതുകൊണ്ട് എളുപ്പമാണേനും അതൊന്നും അരിഞ്ഞിടാനൊക്കെ നിൽക്കണ്ട. അപ്പോൾ കാക്കുള്ളതിൽ ഞാൻ സവാളേൻ്റെ ചെറിയൊരു കഷ്ണവും പച്ചമുളകിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല, എനിക്കും മക്കൾക്കും അങ്ങനെ ഇടാതിട്ട് ഞാൻ പൊരിച്ചത്. അപ്പോൾ 4 ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. മൂത്തവനക്ക് പരിപാടി ഉണ്ട് കേട്ടോ, അപ്പോൾ അവനക്ക് വേണ്ട. അപ്പോൾ മോൾക്കും ആക്കുന്നുണ്ട്. മോൾക്ക് ആക്കണം എന്നില്ല, മോള് കഴിക്കൊന്നുമില്ല. പക്ഷെ മോൾക്ക് നമ്മളുടെ നിന്ന് ഇങ്ങനെ വാരി കൊടുത്താലും മതി. പക്ഷെ മോൾ കഴിക്കുന്ന സമയത്ത് പറയും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ. പിന്നെ പോലെ ഒന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചോറ് വെച്ചിക്കാണ്ട് തിന്നാലും നിലങ്ങനെ വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തക്കാളി കൂട്ടാനൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തക്കാളി വെന്ത് തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് ഞാൻ പൊടികളിട്ട് കൊടുത്തത്. പൊടികൾ തന്നെ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് റെഡി ആയതിൻ്റെ ശേഷം തുള്ളി വെള്ളം കൂടി വെച്ചിങ്ങാണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചോറക്കൊക്കെ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയായിട്ട് ഇഷ്ടം. ചെറിയ ഉള്ളി അരിഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ ഇതാക്കി മൂപ്പിച്ചെടുത്തതിൽ നമ്മൾ തക്കാളി ഇട്ട് വേവിച്ചാൽ അതിനൊരു പ്രത്യേക രസമായിരിക്കും. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കിയാൽ എനിക്കത് ഇഷ്ടമല്ല. ഈ ദോശയൊക്കെ ആണെങ്കിൽ അങ്ങനെ കടുക് വറുത്ത ഇഷ്ടം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിങ്ങാണ്ട് നമ്മളിതാ പൊതിച്ചോറ് പൊതിയാക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ ഇലയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു 3-4 കോരി ചോറിട്ടിക്കണം, 4 ഭാഗത്തൊക്കെ ഇല്ലല്ലേ. അപ്പോൾ അത്യാവശ്യം ചോറുണ്ടായിരുന്നു കേട്ടോ, ഇട്ട തന്നെ കഴിക്കാൻ. അപ്പോൾ ഇലയൊക്കെ നല്ല വലിയ ഇല കേട്ടോ. അപ്പോൾ ഞാൻ ഈ നടുണ്ടല്ലോ, ഈ ഇലൻ്റെ തണ്ടുണ്ടല്ലോ, അങ്ങനെ ചെറുതായിട്ട് ബാക്കൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ മടക്കുമ്പോൾ അങ്ങനെ മുറിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് നന്നായിട്ട് വാടിക്കണം, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിതാ ചോറൊക്കെ വെച്ചിട്ട് അതിക്ക് ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി കൂട്ടാൻ എനിക്കുള്ളതിന് ഞാൻ അത്യാവശ്യം കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എരിവുള്ള നല്ല തക്കാളി കൂട്ടാൻ ഉണ്ടായി നല്ല രസമാണ്. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടല്ലോ വറ്റൽമുളകൊക്കെ ചേർത്ത് അരച്ച ചമ്മന്തിയാണ്, നല്ല ഉഷാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാങ്ങച്ചാറാണ് എടുത്തിട്ടുള്ളത്, മാങ്ങച്ചാറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കോഴിമുട്ടയാണ്. അപ്പോൾ ചിലവർ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കൂട്ടാനൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളെ ഈ സാധാരണക്കാരുടെ പൊതിച്ചോറ് ഇങ്ങനെ കേട്ടോ മക്കളെ. ചിലവർ പറയുക ചിക്കൻ പൊരിച്ചത് മീൻ പൊരിച്ചത് എല്ലേതും ഉണ്ടാവില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വെച്ചിട്ടുള്ള ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇന്നൊരു പോതിട്ടോ വെക്കാൻ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പൊതിയാൻ ഞാനിതാ ആദ്യമൊക്കെ ഇലയും ഈ പേപ്പറും കൂടി കൂട്ടിയിട്ട് പൊതിയാന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റെഡി ആവണില്ല കേട്ടോ. അപ്പോൾ ഇനി കൊടുത്തേക്കാനൊന്നും ഇല്ലെങ്കിലും ഇവിടെ വെക്കാനാണെങ്കിലും പിന്നെ ഇങ്ങനെ റെഡി ആയിട്ട് തന്നെ പൊതിഞ്ഞ് വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ ഊരിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഇല ആദ്യമൊന്ന് മടക്കി കൊടുത്തിട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പൊതിനോർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അല്ലേ. പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണവരുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോഴൊക്കെ ആയിട്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കണമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ, അങ്ങനെ പറയലും ഇല്ല. ഇവിടുന്ന് അങ്ങനെ പരിസരത്തുനിന്നൊന്നും അങ്ങനെ ആരും കൊടുക്കണമെന്നും പറഞ്ഞിട്ടില്ല. ഫോണിലൊക്കെ അങ്ങനെ കണ്ടിക്കണ്. അപ്പോൾ നമ്മൾ ഒരു പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് കണ്ടില്ലേ ചെറിയൊരു വായൻ്റെ എടുത്തുങ്ങാണ്ട് അതിൽ ഒരു കോഴി ചോറൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട്. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഓൾക്കൊരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാന്ന് പറഞ്ഞിട്ട് ആൾക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. മുട്ടായിക്കും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, വേറെ ഒന്നിനുമല്ല. മുട്ടായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ കരയുന്നു.
പിന്നെ മെഷീനിൽ തിരുമ്മാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇനി ഒന്ന് തോരയിടട്ടെ. പിന്നെ അടിക്കലും തുറക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞാണ്ടാണ് ഇത് തോരയിടാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചോറ് അവിടെ എളുപ്പം റെഡിയാക്കി വെച്ച്, എന്നാലല്ലേ നമുക്ക് പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. നേരത്തെ ചോറ് പൊതിഞ്ഞ് റെഡിയാക്കി വെക്കണമല്ലേ, എന്നാൽ ആ വാഴൻ്റെ നല്ല ചൂടുള്ള ചോറാട്ടെ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ വാഴൻ്റെ ചൂട് കൊടുക്കണേ അല്ല ചോറിൻ്റെ ചൂട് കൊടുക്കണേ വാഴൻ്റെ സ്മെല്ലും കാര്യമൊക്കെ ആയിട്ട് ഒരു രസമാണല്ലേ. വയലൊക്കെ നല്ല കഴുകിയിട്ടുണ്ട് കേട്ടോ. നല്ല കഴുകി വാട്ടിയതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ ഈ സമയത്ത്. അങ്ങനെ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ച് നേരത്തെ തന്നെ ആക്കി വെക്കണം അല്ലേ. ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയം കഴിക്കണം ആക്കി വെച്ചപ്പോൾ. പിന്നെ അടിക്കലും തുടക്കലും തിരുമ്പലും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് തിന്നാൻ പോവുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ദിവസമാണ് കേട്ടോ മഴ കിട്ടിയിട്ടുള്ളതും. അന്ന് അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെയ്തിട്ടില്ല കേട്ടോ. നമ്മളെ കുളി നിസ്കാരം എല്ലാം ഏതും കഴിഞ്ഞിട്ട് പിന്നെ അതാ ചോറ് തിന്നാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഒരു പൊതി എടുത്തുകൊണ്ട് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് കേട്ടോ, ഈ പൊതിച്ചോറ് ഇറക്കണ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ കഴിക്കാൻ തന്നെ തോന്നിട്ടോ അങ്ങനെ കണ്ട് കാണുമ്പോൾ. എന്നാലും നമ്മൾ ചോറ് പ്ലേറ്റിലിട്ടിട്ട് കഴിക്കുമ്പോൾ ഈ ഒരു രസം കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെ ഉണ്ട് കേട്ടോ സംഭവം. പിന്നെ വിചാരിക്കും എന്നതുപോലെ ഇങ്ങനെ ഒരാൾ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ എടുക്കായിരുന്നെന്ന്. അങ്ങനെ ഈ സ്കൂൾക്കൊക്കെ ഉണ്ടല്ലോ പാത്രത്തിലൊരു ചോറുണ്ടാവില്ല, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പാത്രത്തിലാക്കി വെച്ചിട്ട് ഉച്ചക്ക് കഴിക്കാൻ ഒരു തക്കാളി കൂട്ടാനും മുട്ട പൊരിച്ചതൊക്കെ വെച്ച് കാണുന്നുണ്ടല്ലോ, ഒരു രസമാണ്. അപ്പോൾ ഇതെല്ലാവരും ചോറും ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് റെഡിയാക്കിയിട്ട്. പിന്നെ മോളുവിൻ്റെ ചോറ് തുറന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ മോള് വന്നിട്ടുണ്ടെങ്കിൽ ചോറിനൊന്നും അല്ല ഇവിടെ ആവശ്യം, മുട്ടായിക്കാൻ കേട്ടോ. അപ്പോൾ മുട്ടായി എന്തൊക്കെയോ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ ഞാനതൊന്നും സമ്മതിക്കണില്ല, ചോറ് തിന്നണില്ല, അവളൊന്നും കഴിക്കണില്ല കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാണ് ഒരു ദോശൻ്റെ ഒരു കഷ്ണം തിന്നാണ്. അപ്പോൾ ഒന്നും തിന്നിട്ടില്ല ഈ നേരം വരെ ആയിട്ട്. അപ്പോൾ ചോറ് തിന്നിട്ടാണ് മുട്ടായി തിന്നാൻ. അല്ലെങ്കിൽ മുട്ടായി മാത്രം ഇങ്ങനെ കഴിക്കും. അപ്പോൾ 2 ദിവസമായിട്ട് അംഗനവാടിക്കും പോകണില്ല, കൊണ്ടാക്കലൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഴിച്ചതിൻ്റെ ശേഷം എനിക്ക് മുട്ടായി തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഓളും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്, ഇത് തിന്നോക്ക് ഇങ്ങനെ ഓളോട് പറയട്ടോ. അപ്പോൾ എൻ്റെ സംസാരം അങ്ങനെ തന്നെയാണ് മക്കളെ. ഞാൻ നല്ലതും എന്താ പറയുക, അങ്ങനെയും പറയും ഇങ്ങനെയും പറയും എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. കാരണം വീട്ടിൽ ചെന്നാൽ വേറെ ഐറ്റം, ഇവിടെ വന്നാൽ വേറെ ഐറ്റം അങ്ങനെയൊക്കെ അല്ല. അപ്പോൾ നമ്മളെല്ലാതും കൂടി ഇങ്ങനെ കലർന്നിട്ട് എന്ത് പറയുകയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള നമ്മളെ പൊതിച്ചോറ് ഉണ്ടില്ലേ. പിന്നെ തൈരും കൂടി ഉണ്ടായിരുന്നു, തൈരൊക്കെ കലക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കാന്താരി മുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി എന്ത് കൂട്ടാണ്ടെങ്കിലും ഒരു കാന്താരി മുളകൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടിച്ചു കേട്ടോ. അപ്പോൾ വല്ലാതെ ഇങ്ങനെ മൂക്കണതിന് മുന്നത്തെ മുളക് ഉണ്ടല്ലോ അങ്ങനെ കടിച്ചിട്ടോ, നല്ല രസമാണല്ലേ മുളക് കടിച്ചിട്ട്. കാരണം ചെറിയ ചീനമുളക് ഉണ്ടല്ലോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാം.